വേടൻ, ദിലീപ്, ഷൈൻ ടോം ചാക്കോ, വിനായകൻ ഇവരെല്ലാവരും ഇവരുടെ കല കൊണ്ട് നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഓർമ്മകളുടെ വരെ വലിയ ഭാഗമായിട്ടുള്ള കലാകാരന്മാരാണ്. പക്ഷേ കല കൊണ്ട് ഇവർ നമ്മളെ സ്വാധീനിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇവർ ചെയ്യുന്ന എല്ലാ തെറ്റുകളെയും നമ്മൾ കണ്ണുമടച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ദിലീപിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു സമയത്ത് കുടുംബചിത്രങ്ങളിലൂടെ ജനപ്രിയ നായകൻ എന്നുള്ള ടാഗിൽ മലയാള സിനിമ അടക്കി വാണിരുന്ന ഒരാൾ. നടിയെ സംബന്ധിച്ച കേസുമായിട്ട് ഇപ്പോൾ വർഷങ്ങളായിട്ട് നിയമ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സംഭവം കോടതിയിൽ ഇരിക്കെ വരെ പുള്ളിയെ സപ്പോർട്ട് ചെയ്ത് ബ്ലൈൻഡായിട്ട് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് മുന്നിട്ട് വന്നിരുന്നു. ജസ്റ്റ് ബിക്കോസ് പുള്ളിയുടെ സിനിമകൾ നമ്മുടെ ജീവിതത്തിൻ്റെയും ഒരു കാലഘട്ടത്തിൻ്റെയും വലിയൊരു പങ്കായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം. ഇപ്പോഴും പുള്ളിയെ അനുകൂലിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അത് കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസാണ്. അതിനെപ്പറ്റി നമുക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. വിനായകനെ കാര്യം എടുക്കുകയാണെങ്കിൽ വളരെ ഫിനോമിനൽ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. പക്ഷെ പുള്ളിക്കാരൻ്റെ പബ്ലിക് ഡീമെയിനുവർ കാരണം ഒരുപാട് കേസുകളും അനാവശ്യമായ പ്രശ്നങ്ങളും പുള്ളിക്കാരൻ തന്നെ വരുത്തി വെച്ചിട്ടുണ്ട്. റാപ്പർ വേടൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഡ്രഗ് അബ്യൂസ് കേസ് മാത്രമല്ല, ഒരുപാട് വർഷം മുമ്പ് ഒരു സെക്ഷൽ അബ്യൂസ് കേസും പുള്ളിക്കാരൻ തന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡ്രഗ് കേസ് പോലെ തന്നെ അന്നും പുള്ളിക്കാരൻ ക്ഷമയും പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ കാസ്റ്റിസത്തിനെതിരെ സംസാരിക്കുന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം നമ്മൾ ഇതൊക്കെ അംഗീകരിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഷൈൻ ടോം ചാക്കോൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം. പുള്ളിക്കാരൻ്റെ ഡ്രഗ് അഡിക്ഷനും ഇപ്പോൾ പുള്ളിക്കാരൻ ഒരു റിഡംഷൻ്റെ പാത്തിലാണ്. അത് നന്നായിട്ട് വരട്ടെ എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. പക്ഷേ ഇവിടെയാണ് ഒരു $1 million ക്വസ്റ്റ്യൻ വരുന്നത്. വെർ ഡു വി ഡ്രോ ദ ലൈൻ? ആർട്ടിനെയും ആർട്ടിസ്റ്റിനെയും വേർതിരിച്ച് കാണണ്ടേ? ഒരു മഹത്തായ സൃഷ്ടിച്ചു അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി എന്നുള്ള പേരിൽ മാത്രം അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ ന്യായീകരിക്കാൻ പറ്റുമോ? ആർട്ട് ഇസ് ഡെഫിനറ്റ്ലി നോട്ട് ഈക്വൽ ടു ആർട്ടിസ്റ്റ്. നമ്മൾ ആർട്ടിനെ ആർട്ടിസ്റ്റിൽ നിന്ന് എപ്പോൾ വേർതിരിക്കാൻ പഠിക്കുന്നോ അന്ന് മാത്രമേ ഒരു അന്ധമായ താരാരാധനയിൽ നിന്ന് നമുക്ക് മോചനം ഉണ്ടാവുള്ളൂ. ആർട്ട് ഇസ് നോട്ട് ഈക്വൽ ടു ദ ആർട്ടിസ്റ്റ്. നോ വൺ ഈസ് എബോവ് ക്രിറ്റിസിസം.